ബാസ്കറ്റ്ബോളിന്റെ കളിത്തൊട്ടിലായി ഒരു ഗ്രാമമുണ്ട് കാസർഗോഡ് ചെറുവത്തൂരിനടുത്ത്. നേരം പുലരുമ്പോൾ തൊട്ട് സന്ധ്യ മയങ്ങും വരെ കുട്ടികളുടെയും മുതിർന്നവരുടെയും മൈതാനമൊഴിയാതെയുള്ള കളി. കാടങ്കോട്ട് എന്ന ഈ ഗ്രാമത്തിലെത്തിയാൽ രാവിലെ മുതൽ ബാസ്കറ്റ്ബോൾ പരിശീലിക്കുന്ന കുട്ടികളെയാവും കാണാൻ കഴിയുക. ഇവിടെ വൈകുന്നേരമായാൽ യുവാക്കളും മുതിർന്നവരും ബാസ്കറ്റ്ബോൾ കളിക്കുന്നത് കാണാൻ കഴിയും. ഇത് കണ്ടു വളർന്ന പുതുതലമുറയും ആവേശം ഒട്ടും ചോരാതെ ബാസ്കറ്റ്ബോളിനെ നെഞ്ചിലേറ്റുന്നു. ജില്ലാ രൂപീകരണ സമയത്ത് തന്നെ ഈ കാസർഗോഡ് ജില്ലാ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ്റെ രൂപീകരണ സമയത്ത് തന്നെ ഈ കാസർഗോഡ് ജില്ലയിൽ നീലേശ്വർ കാടങ്കോടായിരുന്നു ഏറ്റവും കൂടുതൽ കളിക്കാറുണ്ടായിരുന്നു. അതിൽ ഏറെ പങ്കുവഹിച്ചതും ഈ ജയ്ഹിന്ദ് സ്പോർട്സ് ക്ലബ്ബാണ്. കുറേ കായിക താരങ്ങളെ സ്റ്റേറ്റ് തലത്തിലും ജില്ലാതലത്തിലും യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെ സൃഷ്ടിക്കാൻ വേണ്ടി ഈ ജയ്ഹിന്ദ് സ്പോർട്സ് ക്ലബിന് സാധിച്ചിട്ടുണ്ട്. കാലാകാലങ്ങളായി വെക്കേഷൻ ടൈമിനും അല്ലാത്ത സമയത്തും ഇവിടെ കോച്ചിങ് നടത്താറുണ്ട്. എല്ലാവിധ സഹായ സഹകരണങ്ങളും ഇവിടെയുള്ള സ്പോർട്സ് പ്രേമികൾ നൽകുന്നുണ്ട്. ജില്ലാതലത്തിൽ സംസ്ഥാനത്തിൽ ഒട്ടേറെ നിരവധി കായിക താരങ്ങളെ സൃഷ്ടിക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. 4 പതിറ്റാണ്ടായി കുട്ടികളെ വാർത്തെടുക്കുന്നതിൽ വിദഗ്ധ പരിശീലകർ സദാസമയം തയ്യാർ. അനേകം ദേശീയ സംസ്ഥാന താരങ്ങളെ വാർത്തെടുക്കുന്ന കാടങ്കോട് ഗ്രാമത്തിൽ നിന്ന് പുതിയ പ്രതിഭകളെ കൂടി സംഭാവന ചെയ്യാനുള്ള ലക്ഷ്യത്തിലാണ്. കാടങ്കോട് ജയ്ഹിന്ദ് സ്പോർട്സ് ക്ലബ്ബ് ഇതിൽ പേരെടുത്തു പറയേണ്ടതാണ്. ജനുവരി തൊട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ തുടർച്ചയായി കുട്ടികൾക്ക് പരിശീലനം നടത്തിവരുന്നു. 1ാം തരം മുതൽ +2 വരെയുള്ള 60 പേരാണ് ക്ലബിന്റെ പരിശീലന കളരിയിലുള്ളത്. ഇടുക്കിയിൽ നടക്കുന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും സംസ്ഥാന സബ് ജൂനിയറിൽ കാസർഗോഡ് ജില്ലയിലെ 24 അംഗ ടീമിൽ ക്ലബിന്റെ 13 താരങ്ങളാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ താരങ്ങളും വിമുക്ത ഭടന്മാരും ഇന്ത്യൻ നേവൽ അക്കാദമി ടീം പരിശീലകരുമായ TJ വിനോദ്, മുട്ടത്ത് ബാബുരാജ്, M നിതീഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകുന്നുവെന്നതും കാടങ്കോട് ഗ്രാമത്തെ ബാസ്കറ്റ്ബോളിന്റെ വേറിട്ട അനുഭവമാക്കുന്നു. സമകാലിക മലയാളം, കാസർഗോഡ്.